ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ട വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം. പൊറോട്ടയൊക്കെ ബാക്കി വരുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കൊത്തു പൊറോട്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഒന്ന് വേണ്ട സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിന് താഴെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ക്യാരറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തക്കാളി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തക്കാളി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ യെല്ലോ, ഗ്രീൻ, റെഡ് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് ഉണ്ടാവും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തക്കാളിയിലേക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ. എങ്കിലാണ് നമ്മളെ കുത്തുപൊറാട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് മസാലയായിട്ട് സിമ്പിൾ മസാലയാണ്. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു മസാലയൊക്കെ ഒന്നും മൂപ്പിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അതിൽ എക്സ്ട്രാ വേറെ ഉപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ പൊറാട്ടയിൽ ഓൾറെഡി കുറച്ചൊക്കെ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് മുട്ട നന്നായിട്ട് കുക്ക് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറാട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കൈകൊണ്ട് കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ പിച്ചി ഇട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊത്തു പൊറാട്ട റെഡിയായി. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പൊറാട്ട ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ചപ്പാത്തി വെച്ചിട്ടും ഇതേ റെസിപ്പി ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫൈനലി ഞാൻ കുറച്ച് മല്ലിയില കൂടി മേലെ വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മല്ലിയില നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാല്ലാ. ബൈ, സീ യു.